ഇറാൻ യുദ്ധത്തിന്റെ ആദ്യ നാളുകളിൽ കേട്ടിരുന്ന വാർത്തകളിൽ ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ ശ്രമിക്കുന്നു എന്നതാണ്. അമേരിക്കയിലെ തന്നെ ഇറാന്റെ സ്ലീപ്പർ സെല്ലുകളെ സജീവമാക്കി എന്നൊക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. യുദ്ധം തുടങ്ങി അവസാനിച്ച് വീണ്ടും പുകഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പശ്ചിമേഷ്യ. ഫെബ്രുവരി 28-ന് ഇറാനുമേൽ അമേരിക്കയും ഇസ്രയേലും ആക്രമണം നടത്തിയിട്ട് 5 മാസത്തോളമാകുന്നു. അപ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റിനെ വധിക്കാൻ ഇറാൻ ശ്രമിക്കുന്നതായി ഇസ്രായേൽ ഇന്റലിജൻസ് ഡൊണാൾഡ് ട്രംപിന് മുന്നറിയിപ്പ് നൽകുന്നത്. എന്നാൽ ഇതുകൊണ്ടൊന്നും നിലപാട് മാറ്റില്ല എന്ന് തറപ്പിച്ചു പറയുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ തന്നെ വധിക്കാൻ ശ്രമിച്ചാൽ ആ രാജ്യത്തിനെതിരെ മുമ്പെങ്ങുമില്ലാത്ത വിധം ശക്തമായ സൈനിക തിരിച്ചടി നൽകാൻ ഉത്തരവിട്ടിട്ടുണ്ട് എന്ന് ട്രംപ് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇറാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആക്രമണം നടത്താനാണ് താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ന്യൂയോർക്ക് പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഈ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത്. ഇറാന്റെ വധഭീഷണിയിൽ ഉള്ളവരുടെ പട്ടികയിൽ താൻ വളരെ കാലമായി 1-ാം സ്ഥാനത്തുണ്ട് എന്നും, എന്നാൽ നിലവിൽ ഉടനടി വധശ്രമം ഉണ്ടാകുമെന്ന തരത്തിലുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നും ട്രംപ് പറഞ്ഞു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എന്തു ചെയ്യണമെന്ന വ്യക്തമായ നിർദ്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്ന് ട്രംപ് പറയുന്നു. ഇറാന്റെ വധശ്രമ ഗൂഢാലോചനയെക്കുറിച്ച് ഇസ്രയേൽ രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറിയെന്ന റിപ്പോർട്ട് ട്രംപ് തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. ഇസ്രയേൽ അത്തരം വിവരങ്ങളൊന്നും നൽകിയിട്ടില്ല. ഇറാന്റെ 1-ാം നമ്പർ ശത്രുവായിട്ട് ഏറെ നാളായി എന്നും എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എന്നെ മിസ് ചെയ്യുമെന്ന് കരുതുന്നുവെന്നും ട്രംപ് തമാശയായി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്ക് ശേഷവും ഇറാൻ തന്നെ ലക്ഷ്യമിടുന്നതിനെക്കുറിച്ച് ട്രംപ് സംസാരിച്ചിരുന്നു. ഇറാൻ തന്നെ വധിക്കാൻ പദ്ധതിയിടുന്നുണ്ട് എന്ന് അറിഞ്ഞാലും അത്തരം ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ല. ഇറാനെ ഒരു കാരണവശാലും ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ല. 2020-ൽ ബാഗ്ദാദിൽ വെച്ച് ഇറാന്റെ പ്രമുഖ സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയെ വധിക്കാൻ ഡ്രോൺ ആക്രമണത്തിന് ഉത്തരവിട്ടതു മുതൽ ഇറാൻ ട്രംപിനോട് പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുകയാണ്. ഇറാൻ യുദ്ധം തുടങ്ങിയ ദിവസം തന്നെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനിയെ വധിച്ചതും ഇറാന് ട്രംപിനോടുള്ള ശത്രുത വർദ്ധിപ്പിച്ചു. ഖമനിയുടെ സംസ്കാര ചടങ്ങുകൾക്കിടെ ട്രംപിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും കൊല്ലണമെന്ന ജനങ്ങളുടെ മുറവിളിയും ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ നാവിക കേന്ദ്രമെന്ന് കരുതി സ്കൂളിൽ ബോംബിട്ട് 100-ലധികം കുട്ടികളെ അമേരിക്ക കൊലപ്പെടുത്തിയതിന്റെ നോവും ഇറാനുണ്ട്. ആ സംഭവത്തെ ലഘൂകരിച്ച് സംസാരിച്ച ട്രംപിനോട് ഇറാൻ ജനതയ്ക്ക് കടുത്ത അമർഷമുണ്ട്. ഇത്തരത്തിൽ ഇറാൻ ഭരണകൂടത്തിനും ഇറാനിയൻ ജനതയ്ക്കും ട്രംപിനോടുള്ള വിരോധം കണക്കിലെടുത്താൽ വധഭീഷണി എന്നത് യാഥാർത്ഥ്യമാണ് എന്ന് പറയേണ്ടി വരും. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് 2 തവണ ട്രംപിന് നേരെ വെടിയുതിർത്ത സംഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ വെടിവയ്പുണ്ടായ 2 സംഭവങ്ങളിലും ശത്രു രാജ്യങ്ങളുടെ പങ്ക് വെളിപ്പെട്ടിട്ടില്ല. ആ അവസരങ്ങളിൽ പോലും ആത്മവിശ്വാസം കാട്ടിയ ട്രംപ് ഇപ്പോൾ അങ്ങനെയല്ല പ്രതികരിക്കുന്നത്. പുകൾപെറ്റ FBI, CIA പോലുള്ള ഏജൻസികളും പ്രസിഡന്റിന്റെ സുരക്ഷ മാത്രം അജണ്ടയായുള്ള സീക്രട്ട് സർവീസും ഉണ്ടായിട്ടും ഇറാന് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ട്രംപ് പറയുന്നില്ല. ഇറാൻ എന്ന രാജ്യത്തെ പലതവണ വില കുറച്ചു കണ്ട അമേരിക്കൻ പ്രസിഡന്റിന്റെ പരാമർശങ്ങൾ ഇപ്പോഴും അവരെ നിസ്സാരവൽക്കരിക്കുന്ന തരത്തിൽ തന്നെയാണ്. പക്ഷേ അവരെ അത്ര ചെറുതായി കാണുന്നില്ല എന്നാണ് ട്രംപിന്റെ നിലവിലെ പ്രതികരണം കാട്ടുന്നത്. വധിക്കപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശം കൊടുത്തു എന്നാണ് ട്രംപ് പറയുന്നത്. അതായത് താൻ വധിക്കപ്പെടാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെ ഡൊണാൾഡ് ട്രംപ് വിശ്വസിക്കുന്നു. ഇറാന്റെ ഭരണ നേതൃത്വത്തെ അപ്പാടെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ട്രംപിന് താനും ഒരു നാൾ ഉന്മൂലനം ചെയ്യപ്പെട്ടേക്കാം എന്ന തിരിച്ചറിവ് വന്നിരിക്കുന്നുവെന്നാണ് ചില വിദേശകാര്യ വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. ഇതിനിടയിൽ അമേരിക്കയുമായി ചർച്ചകൾ തുടരാൻ ഇറാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചതായി ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ അവകാശപ്പെട്ടിട്ടുണ്ട്. ചർച്ചകൾ തുടരാൻ താൻ സമ്മതിച്ചിട്ടുണ്ട് എങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി ഇറാനെ അറിയിച്ചിട്ടുണ്ട് എന്നുമാണ് ട്രംപ് പറയുന്നത്. യുദ്ധം തുടങ്ങിയ ശേഷം പലതവണ ട്രംപ് ആവർത്തിച്ച പരാമർശമാണ് ചർച്ചകൾക്കായി ഇറാൻ തന്നോട് കേണപേക്ഷിക്കുകയാണ് എന്നത്. യുദ്ധമുഖത്ത് പക്ഷേ ലോകം കണ്ടത് ഗൾഫ് രാജ്യങ്ങളിലും ഇസ്രായേലിലും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടർച്ചയായി നടത്തിയ ഇറാനെയാണ്. ചർച്ച എന്ന വാക്ക് ഇറാൻ പറഞ്ഞിട്ടില്ല. പോരാത്തതിന് യുദ്ധം എപ്പോൾ നിർത്തണമെന്ന് തങ്ങൾ തീരുമാനിക്കുമെന്നും ഇറാൻ പറഞ്ഞിരുന്നു. ഒടുവിൽ വെടിനിർത്തൽ അമേരിക്ക പ്രഖ്യാപിച്ചപ്പോൾ തങ്ങളും അത് ചെയ്യാമെന്ന് ഇറാൻ പറയുകയായിരുന്നു. വെടിനിർത്തലിന് ശേഷമുണ്ടായ പ്രകോപനങ്ങൾക്കും ഇറാൻ തിരിച്ചടിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഹോർമൂസിലൂടെ പോയ കപ്പലുകൾ ആക്രമിക്കപ്പെട്ട സംഭവത്തിലും അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് ഇറാൻ തിരിച്ചടി നൽകി. അപ്പോൾ ചർച്ചകൾ തുടരാൻ ഇറാൻ താൽപ്പര്യപ്പെടുന്നത് കൊണ്ടാണ് അമേരിക്ക അതിന് സമ്മതിക്കുന്നത് എന്ന ട്രംപിന്റെ വാക്കുകൾക്ക് തീരെ വിശ്വാസ്യത ഇല്ല എന്ന് പറയേണ്ടി വരും. സമാധാനത്തിന് വേണ്ടി ശ്രമിക്കാൻ ഉദ്ദേശിച്ചുള്ള ധാരണാപത്രം ഒപ്പിട്ടപ്പോഴും ഈ വെറും വാക്കുകൾ ലോകം കേട്ടിരുന്നു.
കരാറിലെ വ്യവസ്ഥകൾ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പേപ്പർ വലിച്ചുകീറി കളയുമെന്നാണ് ധാരണാപത്രം ഒപ്പിടുന്നതിൻ്റെ തലേ ദിവസം പോലും ട്രംപ് പറഞ്ഞത്. പക്ഷേ ട്രംപ് തന്നെ ഒപ്പിട്ട കരാറിലെ 14 വ്യവസ്ഥകളിൽ 12 ഇറാനെ സഹായിക്കാൻ പോകുന്നവയായിരുന്നു. വെടിനിർത്തലും ധാരണാപത്രവും ഇനി പ്രസക്തമല്ല എന്ന് പറയുമ്പോൾ ട്രംപ് ഇറാനോട് പറയാതെ പറയുന്നത് കയ്യിൽ കിട്ടിയ സൗഭാഗ്യങ്ങളെ നിങ്ങൾ തന്നെ വേണ്ടെന്ന് വെക്കുന്നു എന്നാണ്. എന്നാൽ ധാരണാപത്രത്തിന്റെ പേരിൽ തങ്ങളുടെ അധികാരത്തെ കൂച്ചുവിലങ്ങിടാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഇറാൻ. എന്തായാലും വെടിനിർത്തൽ അവസാനിച്ചതോടെ ഇറാൻ മേഖലയിലെ സാഹചര്യം കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. അതിനിടെ പശ്ചിമേഷ്യയിൽ സംഘർഷ സാഹചര്യം നിലനിൽക്കെ തന്നെ ഇറാനുമേൽ പുതിയ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനിയുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായ അലി അൻസാരിയെയും മറ്റ് 13 വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട് അമേരിക്ക സാമ്പത്തിക വിലക്ക് ഏർപ്പെടുത്തി. ഇറാൻ ഭരണ നേതൃത്വത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചത്. ഇറാൻ US സംഘർഷം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും രൂക്ഷമാകുന്നതിനിടയിലാണ് അമേരിക്കയുടെ പുതിയ നീക്കം. IRGCക്ക് സാമ്പത്തിക സഹായം നൽകിയെന്നാണ് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വ്യവസായി അലി അൻസാരിക്കെതിരായ ആരോപണം. നേരത്തെ ബ്രിട്ടനും അൻസാരിക്കെതിരെ സമാനമായ രീതിയിൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. പൊതുപണം ദുരുപയോഗം ചെയ്ത അൻസാരി വിദേശ രാജ്യങ്ങളിൽ വൻതോതിൽ റിയൽ എസ്റ്റേറ്റ് വാണിജ്യ നിക്ഷേപങ്ങൾ നടത്തിയെന്നാണ് US ആരോപിക്കുന്നത്. US ഉപരോധം മറികടന്ന് ഇറാനിയൻ ബാങ്കുകൾക്കായി കോടിക്കണക്കിന് ഡോളറിന്റെ വിദേശ നാണ്യ ഇടപാടുകൾ നടത്തുന്ന ഇറാന്റെ 3 മണി എക്സ്ചേഞ്ച് ഹൗസുകളെയും അമേരിക്ക ലക്ഷ്യമിട്ടു. ഹോങ്കോങ്, UAE എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിദേശ ഷെൽ കമ്പനികളെയും US ട്രഷറി വിഭാഗം കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇറാൻ ഭരണകൂടത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുകയാണ് ലക്ഷ്യമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ട് പറയുന്നു. യുദ്ധത്തിൽ നിന്ന് ഒരു ഇടവേള എടുക്കുകയായിരുന്നു അമേരിക്കയും ഇറാനും എന്ന് ചില അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നുണ്ട്. വെടിനിർത്തലിന്റെ സാഹചര്യം വീണ്ടും ആയുധങ്ങൾ ഉണ്ടാക്കാനാണ് ഇരു രാജ്യങ്ങളും ഉപയോഗിച്ചത് എന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്ക ലോകമെമ്പാടുമുള്ള US സൈനിക കേന്ദ്രങ്ങളിൽ വിന്യസിച്ചിരുന്ന ആയുധങ്ങൾ ഇറാൻ മേഖലയിലേക്ക് എത്തിക്കുന്നു. ഇറാൻ മുമ്പുണ്ടായിരുന്നതിലും ഇരട്ടി ഡ്രോണുകൾ തയ്യാറാക്കി. കൊലയാളി ഡ്രോണുകൾ അഥവാ സ്വയം പൊട്ടിത്തെറിച്ച് വലിയ നാശമുണ്ടാക്കാൻ കെൽപ്പുള്ള കമിക്കാസെ ഡ്രോണുകളാണ് ഇറാൻ നിർമ്മിക്കുന്നത്. ഇറാന്റെ ശേഖരത്തിലെ മാരക പ്രഹരശേഷിയുള്ള വലിയ മിസൈലുകൾ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉപയോഗിച്ചില്ല. അത് ഉപയോഗിക്കാൻ മാത്രം യുദ്ധം കടുത്ത തലത്തിലേക്ക് എത്തിയില്ല എന്നാണ് ഇറാനി വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ അവയൊക്കെ തങ്ങൾ ബോംബിട്ട് നശിപ്പിച്ചുവെന്നാണ് അമേരിക്കയുടെ വാദം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉരുണ്ടുകൂടിയ സംഘർഷ സാഹചര്യത്തിന് അയവ് വന്നുവെങ്കിലും അടുത്ത കാലത്ത് ഇരു രാജ്യങ്ങളും ഒരു സമാധാന കരാറിൽ എത്താൻ സാധ്യതയില്ല എന്നാണ് പുതിയ സംഭവ വികാസങ്ങൾ നൽകുന്ന സൂചന.